എല്ലാവർക്കും നമസ്കാരം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ലൊരു ഹെർബൽ ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ചെറുപ്പകാലം മുതലേ എൻ്റെ വീട്ടിലെ ഞാനും എല്ലാവരും ഇത് തന്നെയാണ് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു എണ്ണയാണിത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെങ്കിലും ഉണ്ടാവും. ഈ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് ആവശ്യമായ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഇവിടെ ഇല്ലാത്തതൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് പോയി എല്ലാം കളക്ട് ചെയ്ത് രാവിലെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഇല? സന്ധ്യക്ക് പറിക്കാമോ? അത് ചൊവ്വയും വെള്ളി തന്നെ അങ്ങനെ പറിച്ചു. ഇത് കുഴപ്പമില്ല, ഇത് ഇത്ര തന്നെ. ഇത് വെള്ളി, ശനി. ശനി. ഈ 2 തുളസിയല്ലേ? ശരി, മതി. എണ്ണ കാച്ചാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായിരിക്കുകയാണ്. മൈലാഞ്ചി ഇല അല്ലെങ്കിൽ മരുതോന്നി ഇല അങ്ങനെ പറയാം. പേരയില ഞാൻ 2 എടുത്തിട്ടുണ്ട്. പേരയില, ചെമ്പരത്തി ഇല ഒരു 5-6 കുറച്ച് തുളസി ഇല, ഒരു 5 ചെമ്പരത്തിപ്പൂവ്. ഇത് നവരപ്പച്ചില എന്ന് പറയും, നമ്മളെ നാട്ടിലൊക്കെ നവരപ്പച്ചില എന്നാണ് പറയുന്നത്. ജലദോഷത്തിനൊക്കെ നല്ലതാണ് ഈ ഇല. ഇതിൻ്റെ ചാറ് ഇങ്ങനെ പിഴിഞ്ഞ് ചെറു തീയിൽ ചൂടാക്കി, അതായത് തവിയിലെങ്ങാനും ഒഴിച്ച് കുറച്ച് ചൂടാക്കി അതിൽ ഭസ്മം ചേർത്ത് കൊച്ചു പിള്ളേർക്കൊക്കെ നെഞ്ചിൽ പുരട്ടി കൊടുക്കും, കഫം മാറാൻ വേണ്ടി. നല്ലൊരു ഇലയാണ്. ഇത് കീഴാനെല്ലി, കുറച്ച് കീഴാനെല്ലി. ഇതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിയിൽ, ഇലയുടെ അടിയിൽ ചെറിയ നെല്ലിക്ക പോലെ ഒന്ന് കാണാൻ പറ്റും, കാണുന്നുണ്ടോ? ഇതാണ് കീഴാനെല്ലി. എല്ലാം കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് കയ്യോന്നി അഥവാ കൈതോന്നി, നമ്മളെ നാട്ടിൽ കൈതോന്നി എന്നാണ് കൂടുതലും പറയാറുള്ളത്. പിന്നെ കറ്റാർവാഴ ഈ 2 സൈഡിലുള്ള മുള്ളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം മിക്സിയിലിട്ട് അരയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടാം. ഇത് മുടിക്ക് നല്ല ഷൈനിങ് കൊടുക്കും. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കറിവേപ്പില. ഞാനിത് അവിടെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിനെയും കംപ്ലീറ്റ് അങ്ങനെ ഉരുവി നമുക്ക് മിക്സിയിലിട്ട് എല്ലാം ഒന്ന് അരച്ചിട്ട് കാണാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1-2 ചേരുവകളൂടെ ചേർക്കാം. വേണമെങ്കിൽ 1 സ്പൂൺ ഉലുവ, 2 നെല്ലിക്ക, ഒരു വെറ്റ, ഇങ്ങനെയൊക്കെ ചേർക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനിച്ചട്ടിയിൽ. ഇവിടെ 500 ml വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ ഇപ്പോൾ ഓഫിലാണുള്ളത്. എണ്ണയിൽ നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവൂ. അരയ്ക്കുമ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല. അത് കാരണം ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയിൽ. നിങ്ങൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ചാറ് മാത്രം എടുത്ത് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്നതാണ്. പിന്നെ കൈതോന്നി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരസലാങ്കണ്ണി കീര അതിൻ്റെ പൗഡർ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഭൃംഗരാജ പൗഡർ എന്ന് നാട്ടുമരുന്ന് കടകളിലൊക്കെ കിട്ടും. അതുമാത്രം ഒന്ന് മിസ് ചെയ്യരുതേ. കൈതോന്നിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്.
നമ്മുടെ സ്കാൽപ്പിൽ പലതരം പ്രശ്നങ്ങളുണ്ടല്ലോ, ഇൻഫെക്ഷൻ എന്നും ഡാൻഡ്രഫ് ഇങ്ങനെയൊക്കെ. അപ്പോൾ സ്കാൽപ്പിന് നല്ല പ്രൊട്ടക്ഷൻ തരും. കൈതോന്നി ഹെയർ ഫാളിനെയും കൺട്രോൾ ചെയ്യും. എണ്ണ കാച്ചാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. അത് അമ്മയുടെ വീട്ടിലാണ് ചെയ്യാറുള്ളത്. പതിവായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അമ്മ എണ്ണ കാച്ചി തരും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഞാനും ചെയ്യും. എന്നിട്ട് ഇവിടെ എടുത്തുകൊണ്ട് വരും. അതാണ് പതിവ്. ഇപ്പോൾ ഇതാ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ്. അതിനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചീനച്ചട്ടി ഇല്ലാത്ത കാരണം ഞാൻ സാധാരണ ഈ ചീനച്ചട്ടി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ 1 സ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് അരയ്ക്കാം കേട്ടോ. അതും നല്ലതാണ്. കരിഞ്ജീരകവും മുടിക്ക് നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ചിലർക്ക് അറിയില്ലായിരിക്കും ഇത് എപ്പോഴാണ് നമ്മൾ ഈ എണ്ണ മതിയാക്കണം, ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നില്ല, ഇത് എപ്പോൾ മതിയാക്കണം എന്ന് അറിയില്ലായിരിക്കും. അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കൈ കൊണ്ട് ലൈറ്റ് അങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതൊരു പർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോൾ മണൽ തരിയായിട്ട് വരും. അതായത് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും. കൈ കൊണ്ടെടുത്താൽ നോക്കട്ടെ, കണ്ടോ? അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ലേ? അല്ല, മണൽ തരി പോലെ ആവണം. അപ്പോഴാണ് നമുക്കിത് എണ്ണ കറക്റ്റ് പാകത്തിനായി എന്ന് അറിയാൻ പറ്റും. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയേക്കാളും നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാം. എനിക്കൊക്കെ ചെറുപ്പകാലം മുതലേ എനിക്ക് എൻ്റെ അമ്മ ചെയ്തു തരുന്ന എണ്ണയാണിത്. പിന്നെ ഞങ്ങളൊക്കെ മുടി വെട്ടി അങ്ങനെ പോയി എന്നല്ലാതെ മുടിയുടെ തിക്നെസ് ഒന്നും കുറഞ്ഞിട്ടില്ല. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. പെട്ടെന്നൊന്നും നരയ്ക്കില്ല. എന്നാലും നമ്മളിതാ ഇപ്പോൾ 40+ ഒക്കെ അല്ലേ, അപ്പോൾ എന്തായാലും നര വിഴുന്നല്ലേ തീരുള്ളൂ. അത് കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും കുഞ്ഞുങ്ങൾക്കെല്ലാം മുടി വളരും, മുടി തിക്നെസ്സും ഉണ്ടാവും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മാക്സിമം എല്ലാവരുടെ വീടുകളിലും കിട്ടുന്നതാണ്. ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തി ഇല, പേരയില, തുളസി ഇല, നവരപ്പച്ചില ഇല, അത് പനിക്കൂർക്ക എന്ന് പറയുന്ന ഇലയാണെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ. ഞങ്ങളുടെ നാട്ടിൽ നവരപ്പച്ചില എന്നാണ് പറയുന്നത്. ചായക്കും ഇട്ട് കുടിക്കാൻ കൊള്ളാതെ നല്ല ഒരു മണമാണ് അതിന്. പിന്നെ കയ്യോന്നി, കീഴാനെല്ലി, ഇതെല്ലാം എവിടെയും സുലഭമാണ്. കീഴാനെല്ലിയൊക്കെ എല്ലാ പറമ്പിലും കാണാം. പിന്നെ വേറെ എന്ത് പറഞ്ഞു? കറിവേപ്പില, പിന്നെ കറ്റാർവാഴയുടെ ഒരു തണ്ട് കിട്ടിയാൽ മതിയാവും, ഒരല്ല കിട്ടിയാൽ മതിയാവും. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും പാകമായി. ഇപ്പോൾ അത് സൂക്ഷിച്ച് കയ്യിലെടുത്ത് ഒട്ടുന്നുണ്ടോ അതോ മണൽത്തരി പരുവമായോ അങ്ങനെ ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്ന് ചെയ്യാം, കുറച്ച് ജീരകം ഇട്ട് നോക്കാം. അപ്പോൾ അത് ലൈറ്റാ പൊട്ടും. എണ്ണ കറക്റ്റായിട്ടാണെങ്കിൽ സൗണ്ട് കേൾക്കുന്നോ? ഇപ്പോൾ പാകമായി നിർത്താം. നമുക്കിപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, അത് നല്ലതാണ്. ഇട്ട് ഓഫ് ചെയ്യാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഈ സ്റ്റേജിൽ ഞാൻ ലാസ്റ്റിൽ ഒരു സാധനം കൂടെ ഒന്ന് ചേർക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് പറയാം. എന്തെന്നറിയാമോ? പച്ചക്കർപ്പൂരം. ഈ പച്ചക്കർപ്പൂരം ഒരു ലാസ്റ്റിൽ കുറച്ച് ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. ഇതെന്തെന്ന് വെച്ചാൽ നല്ലൊരു ഉന്മേഷം കിട്ടും. തലയിൽ തേക്കുമ്പോൾ നമുക്കതൊരു പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല, നല്ലൊരു ഉന്മേഷം കിട്ടും പച്ചക്കർപ്പൂരം ചേർക്കുമ്പോൾ. മണം, എണ്ണയ്ക്കൊരു മണവും ഉണ്ടാവും. നമുക്കത് കുളിച്ച് കയറിയാലും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇത്ര തന്നെയാണ്. എണ്ണ തണുത്തതിന് ശേഷം വേറൊരു കുപ്പിയിലോട്ട് ഫിൽട്ടർ ചെയ്ത് മാറ്റാവുന്നതാണ്. തുണി വെച്ചോ അല്ലെങ്കിൽ സാധാരണ ഫിൽട്ടർ ഇല്ലേ, അത് തുണിയിൽ കിഴി കെട്ടാം, ഇല്ലെങ്കിൽ ഫിൽട്ടർ വെച്ച് എടുക്കാം. അപ്പോൾ ഇത്രയാണ്. എല്ലാവരും ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഇത് കുപ്പിയിൽ ഒഴിക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് എണ്ണ ഒന്ന് ആറട്ടെ.
ഇത് അരച്ച് എൻ്റെ കയ്യിലൊക്കെ കറയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് മൈലാഞ്ചിയൊക്കെ ചേർന്നതല്ലേ, അത് കാരണം കയ്യിലൊക്കെ കറയായി പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ മിക്സി ജാറിൽ നിന്ന് എടുത്തപ്പോൾ ആയതാണ്. എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പുഴിഞ്ഞെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ എണ്ണ കിട്ടും. ഇത് ഒരാഴ്ച ഈ കിഴിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരാഴ്ച വരെ എണ്ണ കിട്ടും. അത് തൊട്ട് വേണമെങ്കിലും തലയിൽ തേക്കാം. കാരണം അത് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് പുഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ നല്ല എൻ്റെ കളർ കണ്ടില്ലേ, നല്ല ഗ്രീനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻസ് തരിക. നമുക്കിപ്പോൾ ഇതിനെ ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലൊരു മണവും ഗുണവുമുള്ള ഒരു ഹെർബൽ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട്. 90 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കും. എണ്ണ അങ്ങനെ ഓവറ ചൂടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ജലദോഷം പിടിക്കാനും ചാൻസ് ഉണ്ട്. പച്ചിലകളുടെ പച്ചമണം അങ്ങ് പോകുമ്പോഴാണ് നമ്മൾ ജീരകം ഇടുമ്പോൾ അത് പൊട്ടി വരുന്നത്. ആ പൊട്ടി വരുന്ന സ്റ്റേജിൽ ഉടനെ ഓഫ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.